ഇനി ബീഹാറിലേക്ക്. ബീഹാറിൽ ആകാംക്ഷ അതിൻ്റെ പാരമ്യത്തിലാണ്. ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 46 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ NDA ക്യാമ്പിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. തരംഗം മഹാസഖ്യത്തിന് അനുകൂലമായിരിക്കും എന്ന കണക്കുകൂട്ടൽ RJD കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും പങ്കുവെക്കുന്നുണ്ട്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. എക്സിറ്റ് പോൾ ആകട്ടെ ഒരു സമ്പൂർണമായ വിജയം NDAക്ക് പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അവസാന ദിവസവും മഹാസഖ്യത്തിൻ്റെ ക്യാമ്പിൽ ആത്മവിശ്വാസത്തിന് കുറവില്ല, അതെല്ലാം തള്ളിക്കളയുന്നുണ്ട്. എങ്ങനെയാണ് വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകൾ? എന്തൊക്കെയാണ് അവസാന ഘട്ടത്തിലെ ചർച്ചകൾ? ശ്രീജ, ബീഹാർ ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. ഏതായാലും നാളെ ഈ സമയം വോട്ടെണ്ണൽ തുടങ്ങാൻ ഇരിക്കുന്ന സമയമായിരിക്കും. തീർച്ചയായും വലിയ പ്രതീക്ഷ NDA ക്യാമ്പിനുണ്ട്. പ്രചാരണത്തിന് ആദ്യഘട്ടങ്ങളിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ NDA ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകളെല്ലാം തന്നെ വലിയ വിജയം, കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വിജയം പ്രവചിച്ചത് തന്നെയാണ് NDAയുടെ ആത്മവിശ്വാസത്തിന് പ്രധാനപ്പെട്ട ഘടകം. കാരണം ഏതാണ്ട് 9-ലധികം സർവേകളാണ് NDA അധികാര തുടർച്ച ഉണ്ടാകുമെന്ന് പ്രവചിച്ചത്. അതും 140 അല്ലെങ്കിൽ 150 സീറ്റിന് വരെ NDA നേടിയേക്കാം എന്നാണ് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. അതുതന്നെയാണ് അവരുടെ ആത്മവിശ്വാസത്തിന് പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിലായി നടപ്പാക്കിയ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന അടക്കമുള്ള സ്ത്രീകളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണം, ക്ഷേമ പദ്ധതികളൊക്കെ തന്നെ വോട്ടായി മാറി എന്നൊരു പ്രതീക്ഷ NDA ക്യാമ്പ് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നിതീഷ് കുമാറിൻ്റെ ഭരണനാളുകളും ലാലുവിൻ്റെ ഭരണനാളുകളും താരതമ്യം ചെയ്തുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു BJP കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കളത്തിൽ ഗുണം ചെയ്തു എന്ന വിലയിരുത്തൽ NDA ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് മഹാസഖ്യം ചൂണ്ടിക്കാണിക്കുന്നത് എക്സിറ്റ് പോളുകളല്ല, യഥാർത്ഥ റിസൾട്ട് വരുമ്പോൾ കാര്യങ്ങൾ മാറിമറിയും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും നേതാക്കളൊക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട്. തേജസ്വി യാദവ് പോലും അത്തരം പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എക്സിറ്റ് പോളുകൾ എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതാണ്. അപ്പോൾ ആ നിലയ്ക്ക് വോട്ടുണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കുവെക്കുന്നത്. ഏതായാലും ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് 67% വോട്ടുകൾ ഇത്തവണ രേഖപ്പെടുത്തി. ഇത് റെക്കോർഡാണ്. നേരത്തെ 2000-ലാണ് ഇതിനു മുമ്പ് ഏതാണ്ട് 62% വോട്ടുകൾ പോൾ ചെയ്തത്. മാത്രവുമല്ല, മൊത്തം വോട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ സ്ത്രീ വോട്ടർമാരുടെ വലിയ പങ്കാളിത്തം ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 71% സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ത്രീ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. സാധാരണഗതിയിൽ സ്ത്രീ വോട്ടുകൾ വലിയ തോതിൽ ആകർഷിച്ചിരുന്ന നേതാവ് നിതീഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ ഭരണനാളുകളിൽ പല കാര്യങ്ങളിലായി നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾക്ക് സ്ത്രീകൾ വോട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ച ഇത്തവണ ഉണ്ടാകുമോ അതോ മാറ്റം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും രണ്ട് ക്യാമ്പുകളും ഈ ഘട്ടത്തിലും വലിയ ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങി വലിയ യാത്രയൊക്കെ നടത്തിയതാണ് ബീഹാറിൽ വോട്ടർ അധികാര യാത്ര. അത് ഗുണം ചെയ്തുമോ, ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ എന്ന് നാളെ അറിയാം. ഒപ്പം തന്നെ NDAക്ക് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ദേശീയ തലത്തിൽ കഴിഞ്ഞ 2 സർക്കാരുകൾ പോലെയല്ല, സഖ്യ സർക്കാരാണ്, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അവിടെ JDU എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാകും. തീർച്ചയായിട്ടും. രാഗേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നാളെ ഈ നേരം വരെയുള്ളൂ ആകാംക്ഷയുടെ ദൈർഘ്യം. ഈ നേരത്ത് തന്നെ വോട്ടെണ്ണലിൻ്റെ വിവരങ്ങൾ വന്നു തുടങ്ങും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും News 18 പൂർത്തിയാക്കിയിട്ടുണ്ട്.